ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് വലിയ നോമ്പിൻ്റെ 2025 20-ാം പ്രഭാതത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും സന്തോഷമാണോ? പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഭക്തി പലപ്പോഴും വ്യർത്ഥമായി പോകുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഭക്തി? അതിനെക്കുറിച്ച് യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 1:26 നമ്മെ പഠിപ്പിക്കുന്നത്, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ ആ ഭക്തി വ്യർത്ഥമാണെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ 1:27 നമ്മെ പഠിപ്പിക്കുന്നു, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. നമുക്കങ്ങനെ സാധിക്കുന്നുണ്ടോ? ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ അനാഥരെയും വിധവകളെയും കണ്ടാൽ നമ്മൾ നമ്മുടെ തിരക്കുകൾ മാറ്റിവെച്ചിട്ട് അല്പസമയം അവരോടൊപ്പം ചിലവിടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ ഞെരുക്കങ്ങൾ നമ്മുടെ തന്നെ സഹനങ്ങളും വേദനകളും ഞെരുക്കങ്ങളായിട്ട് നമുക്ക് തോന്നാറുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. ഈ കാലഘട്ടം അത്ര നല്ലതല്ലല്ലോ. നമുക്ക് നമ്മുടെ ശരീരത്തെ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം പോകുന്ന വഴികളിൽ അപകടമുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി ഒരു കരുതൽ എടുക്കുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു തടാകമുണ്ട്, ഒരു കുഴിയുണ്ട്, ഒരു പാമ്പുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അപകടങ്ങളെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കും, പോകുമ്പോൾ ഒരു കരുതലെടുക്കും. അതുപോലെ പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ഈ ലോകത്തിൻ്റെ വഴിവിട്ട ദുർനടപ്പുകളെ അതിജീവിക്കുവാനുള്ള ഒരു കരുതൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുകയും ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുവാനും ഒരു തീരുമാനമെടുക്കുന്നതിന് പറയുന്ന പേരാണ് ഭക്തി. നിങ്ങൾക്കെല്ലാവർക്കും ഈ വചനത്തിൻ്റെ അഭിഷേകവും ശക്തിയും സമൃദ്ധമായിട്ട് പരിശുദ്ധാത്മാവ് നൽകട്ടെ. അങ്ങനെ നോമ്പ് കൂടുതൽ മെച്ചപ്പെട്ടതാകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോൻ അച്ഛൻ.